നവഭാരതം ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും സഹകരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും വരും. ഇപ്പൊ ഈ ഒരാളുടെ ദൃഷ്ടി പതിഞ്ഞാൽ, അതായത് ചില വ്യക്തികളുണ്ട്, ആ ചില വ്യക്തികൾക്ക് നെഗറ്റീവായിട്ട് മാത്രം ഓറയുള്ള, അത് നെഗറ്റീവ് ആണ്, അവരുടെ ഓറ പോസിറ്റീവ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കരിദൃഷ്ടി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള ദൃഷ്ടി പതിഞ്ഞാല് നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് ഇറങ്ങുകയാണ്. അപ്പൊ എവിടെയാ പോണത്, ജോലിയൊക്കെ നന്നായി പോകുന്നോ, അപ്പൊ നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല, പ്രൊമോഷനൊക്കെ ആയി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പ്രൊമോഷന് പകരം സസ്പെൻഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറയും, അയാളോട് ഞാൻ പറഞ്ഞതോടെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് പറയും. അത് ഈ ചില വ്യക്തികളിൽ ഉണ്ടാകുന്ന, അത് നമുക്ക് ഗ്രഹനില നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുറെയൊക്കെ ഈ ആളുകൾ. പിന്നെ കുറെയൊക്കെ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ വരുന്നത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ബാധ, അതുപോലുള്ള കാര്യങ്ങൾ, ശാപതാപങ്ങളൊക്കെ ഏറ്റിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക്, അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളില്ലാത്ത, ജപവും തപവും ഒക്കെ മുടങ്ങിക്കിടക്കുന്ന ഒരു വീടാണ്, അതുപോലെ തന്നെ ബാധാദോഷങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു തലമുറയിലെ കണ്ണിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഓറ പോസിറ്റീവ് ആയിട്ടുള്ള ഓറ ആയിരിക്കില്ല, അവർക്ക് നെഗറ്റീവ് ആയിരിക്കും. അവരുടെ തിങ്കിങ്, അവരുടെ മാനസികാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ഏറ്റുകഴിഞ്ഞാല് അത് ഒരു തലമുറയിൽ നിന്ന് പോകും എന്ന് നമ്മൾ വിചാരിക്കും. ഒരു തലമുറയില് ഇപ്പൊ ആഭിചാര കർമ്മം ഏറ്റു, അത് കഴിഞ്ഞ അച്ഛനാണ്, പിന്നെ ചെറിയ കുട്ടികളായിരുന്നു, അപ്പൊ സഡൻലി എന്തെങ്കിലുമൊക്കെ ദുരൂഹ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ചിലരാണെങ്കിൽ ഈ അഭിചാരമൊക്കെ ഏറ്റു കഴിഞ്ഞാല് അവർക്ക് ഫസ്റ്റ് ഈ ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന മണി ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മണിയാണല്ലോ ഏറ്റവും വലുത്. പണം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിലെ ഒരു പ്രധാന കാര്യം അവിടെ ഇല്ലാതെയായി. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുക, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുക, അതുപോലെ തന്നെ നമ്മുടെ ചിന്താധാര മാറിപ്പോവുക. നമുക്ക് ചിലർക്കൊക്കെ മാനസികമായിട്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും അവരുടെ ഉള്ളിലെല്ലാം വരുന്നത്. എല്ലാവരോടും അസൂയ, എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും ഇത്, നല്ലതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മാനസികാവസ്ഥ തന്നെ മറ്റൊരു തലത്തിലേക്കായിട്ട് മാറും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ, അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കൺസൾട്ടേഷൻ വരുമ്പോൾ നമ്മൾ ഗ്രഹനില നോക്കി നമ്മുടെ ഇത് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവർക്ക് ഗ്രഹനിലയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ആഭിചാര ദോഷങ്ങള്, കാര്യങ്ങളൊക്കെ, ബാധാദോഷങ്ങള്, പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അവർക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കും. ഫിസിക്കലി പെയിൻഫുൾ ആയിട്ടുള്ളവർ വരുന്നുണ്ട്, മാനസിക വിഭ്രാന്തി ആയിട്ട് വരുന്നവരുണ്ട്, കുടുംബ വഴക്കുകളോടെ വരുന്നുണ്ട്, പിന്നെ ഫിനാൻഷ്യൽ ഭയങ്കരമായിട്ട് ലോസ് വരുന്നവരുണ്ട്. ഇതൊക്കെ ഈ ശത്രു ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും അയാളിലുണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ആഭിചാരദോഷം, ഇങ്ങനെ ബാധാദോഷം, ഇതൊക്കെ ജീവിതം തന്നെ തകർന്ന്, അതുപോലെ വലിയ ബിസിനസ്സുകാരാണ്, ബിസിനസ്സൊക്കെ തകർന്ന് ആരോഗ്യപരമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ബാധാദോഷങ്ങൾ, ആഭിചാരദോഷങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്, അങ്ങനെ ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ, അപ്പൊ കുറെ പൂജകളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അമ്പല വഴിപാടുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, താന്ത്രികമായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കൊരു പുതിയ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും പഴയ തലത്തിലേക്ക് പോകുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് താന്ത്രികത കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര വഴിപാടുകൾ കൊണ്ടോ മാറാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല ഈ ദുർമന്ത്രവാദത്തിലെ ആഭിചാരത്തിലൂടെ കിട്ടിയിട്ടുള്ള ദോഷങ്ങള്. അതിനെ ശരിക്കും ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയുള്ള ഒരു ഉച്ചാടന കർമ്മങ്ങളിലൂടെ മാറ്റണം. അത് എന്നാൽ മാത്രമേ ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ബാധാദോഷങ്ങളെ, ആഭിചാരദോഷങ്ങളെ ഒക്കെ നമ്മൾ അതേ സ്പീഡിൽ, അതേ പവറിൽ തിരിച്ചേക്കുക എന്നുള്ള കർമ്മമാണ്. അത് ശരിക്കും ഒരു മഹാമാന്ത്രികനായ ഒരു വ്യക്തി, നല്ല ഉപാസന ബലമുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചെയ്താൽ മാത്രമേ അത് ശരിയായ രീതിയിലേക്ക് പവർഫുൾ ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ അതവിടെ പിന്നെ ഈ എനർജി വീണ്ടും ഇങ്ങനെ തന്നെ കിടക്കും. അത് ഒരു തലമുറയല്ല, വീണ്ടും വീണ്ടും പല തലമുറകളിലേക്ക് കൈമാറിപ്പോകും. അപ്പൊ ഇപ്പൊ ഒരു കുടുംബത്തിലെ ആൾക്കാരെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ലോസ് ആയിട്ടുണ്ടാകാം, ആ കുടുംബം നശിച്ചു പോയിട്ടുണ്ടാകും.
പക്ഷെ ഏതെങ്കിലും ഒരു കണ്ണി അവിടെ നിന്ന് പിന്നീട് വലുതായി വന്നാൽ അയാളെയും ഈ ബാധാദോഷം തീർച്ചയായിട്ടും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാധാദോഷങ്ങൾ അതുപോലെ ആഭിചാരം നെഗറ്റീവായിട്ടുള്ള സംഗതികൾ ബാധിച്ചാൽ നമ്മുടെ പോസിറ്റീവ് ഓറ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ആത്മവിശ്വാസം നശിച്ചു പോകും, നമ്മളല്ലാതെ വിഭ്രാന്തിയുടെ ലോകത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ബന്ധങ്ങൾ തകരും. ഇങ്ങനെയൊക്കെ അത് തന്നെയാണ് ശത്രു ഉദ്ദേശിക്കുന്നതും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് താന്ത്രിക വിധിപ്രകാരം അല്ലെങ്കിൽ ക്ഷേത്രാചാരപരമായിട്ടുള്ള വഴിപാടുകളോ കൊണ്ട് ഇവയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല പലതിനെയും. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതല്ലാതെ എന്നേക്കുമായിട്ട് അതിൽ നിന്നൊരു വിടുതൽ വരണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മാന്ത്രിക വിദ്യകൾ അഭ്യസിച്ചിട്ടുള്ള നല്ല ഉപാസനാ ബലമുള്ള ഒരു വ്യക്തിയെ തന്നെ ആയിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. അങ്ങനെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് എന്നേക്കുമായിട്ട് ഈ കർമ്മങ്ങളിൽ നിന്ന്, ഈ എനർജിയിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. മാരണകർമ്മങ്ങൾ ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഒരു നെഗറ്റീവ് ഉണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉച്ചാടനം ചെയ്യുന്ന സമയത്ത് ഈ തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ചെയ്ത ആളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ആ മാന്ത്രികനിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പൊ മാന്ത്രികൻ തീർച്ചയായിട്ടും അയാൾ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുള്ള ആളാണ്, പ്രൊട്ടക്ഷൻ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ പിന്നെ വരുന്നത് ആരാണ്? ആരെയാണോ ഉദ്ദേശിച്ച അയാളിൽ, ആരാണോ ചെയ്യിപ്പിച്ച അയാളിലേക്ക് പോകും. അപ്പൊ എന്തായാലും ഇത് ചെയ്യിക്കുന്ന ആളിന്, ആ ചെയ്യുന്ന ആളിനും കുഴപ്പമാണ്, അത് ചെയ്യിക്കുന്ന ആളിലേക്കും ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. അത് ഉറപ്പാണ്. ആര് ചെയ്യിച്ചാലും അയാൾക്ക് പെട്ടെന്ന് മറ്റേ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താനും അയാളുടെ മനോനില തെറ്റിക്കാനും അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ നിർത്താനും ഒക്കെ സാധിക്കുമെങ്കിലും അതിന്റെ തിരിച്ചടികൾ വളരെ ഷാർപ്പായിരിക്കും. അപ്പൊ ഉച്ചാടനം ചെയ്ത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഏത് ഫുൾ പവറിൽ അങ്ങോട്ട് ചെല്ലും. അപ്പൊ അത് മാന്ത്രികനായിട്ടുള്ള ഉപാസന ബലമുള്ള മാന്ത്രികനാണെങ്കിൽ അദ്ദേഹം അത് തടുക്കും, പക്ഷെ ചെയ്യിപ്പിച്ച ആളിലേക്ക് അത് വരികയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഉച്ചാടന കർമ്മങ്ങളിലൂടെ മാത്രം ആണ് ഇങ്ങനെയുള്ള ബാധകളെയൊക്കെ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തത് നമ്മൾ താന്ത്രികമായ വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അതൊരു വലിയ സംശയമാണ്. എല്ലാവരും ചോദിക്കും മാന്ത്രിക വിദ്യയിലേക്കാണ്. കാരണം ഞാനൊരു ഉദാഹരണം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, അതിന്റെ പ്രത്യേക കോമ്പിനേഷൻ അറിയാവുന്ന ആ ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. അതേസമയം നമ്മളൊരു ആയുർവേദ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് മരുന്ന് ഏത് കൂട്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. പിന്നെ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാവുന്ന കുറച്ച് അതിനെ സംരക്ഷിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ മരുന്ന് നിർത്താം എന്നുള്ളതല്ലാതെ ഇതിന്റെ ആ വിഷാംശങ്ങള് അതിന്റെ കൂട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെഡിസിൻ തന്ന ആ ഡോക്ടറോട് തന്നെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അനുഷ്ഠിച്ചു വരുന്ന ആ രീതി, അതായത് ഇപ്പൊ ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണറെ ആയിരിക്കും നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ വേറെ ആയുർവേദമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ശരിയായ എഫക്റ്റ് വരില്ല. ഇത് തന്നെയാണ് മാന്ത്രിക വിദ്യയിലൂടെയും നെഗറ്റീവായിട്ടുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റു താന്ത്രിക വിദ്യയോ ക്ഷേത്രാചാരപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തതുകൊണ്ട് ഇതിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം ലഭിക്കുന്നതല്ല. അപ്പൊ അതിനെ പേടിച്ചത് ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ ചാടനം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്ന ആ എനർജിയെ നമ്മൾ തിരിച്ചയക്കുക എന്നുള്ളതാണ്. ഒരു മാന്ത്രികൻ സ്വന്തം ഉപാസന വെച്ച് അതിനെ തിരിച്ചയക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുലം നശിച്ചു പോകില്ല. അപ്പൊ തീർച്ചയായിട്ടും അതില് വലിയ കാര്യമായ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇതൊരു അറിവിലേക്കായി പറഞ്ഞതാണ്. പലരും പറയാറുണ്ട് താന്ത്രികത തെറ്റാണ്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയല്ലേ, നമ്മളുടെ ശത്രു എന്താണോ നമുക്ക് നീട്ടിയത് അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ പുതിയതായി ഒന്നും ചെയ്യുന്നില്ലല്ലോ. തീർത്തും എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ നിന്നുള്ള താന്ത്രികപരമായിട്ട് ഉള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു പ്രൊട്ടക്ഷൻ എന്നതിലുപരി അതിൽ നിന്നൊരു റിലീഫ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു അറിവാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ഞാനത് നിങ്ങളിലേക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ഈ വിഷയം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്തൊരു വിഷയവുമായിട്ട് വരുന്നവരെ നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.